ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജെയിം ജേണി. കുറച്ച് അപ്ഡേറ്റുകളുണ്ട്, കുറച്ച് അപ്ഡേറ്റുകളുണ്ട് വേണം പറയാൻ. ഒരു 10-13 അപ്ഡേറ്റുകളുണ്ട്. പെട്ടെന്ന് പറയാം, അതുകൊണ്ട് തന്നെ സമയം കളയുന്നില്ല. ആദ്യത്തെ തന്നെ നമുക്ക് പറയാനുള്ളത് വിലായത്ത് ബുദ്ധ, നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ നായകനായിട്ട് വരുന്ന സിനിമ. ഈ സിനിമ ഈ വരുന്ന ഒക്ടോബർ ആദ്യവാരം പൂജ റിലീസ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇതിന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒരുപാട് മുമ്പ് തന്നെ പറഞ്ഞു കേട്ടുന്ന സിനിമയാണ്, പക്ഷെ പല കാരണം കൊണ്ട് നീണ്ടുപോയ സിനിമയാണ്. വളരെ പ്രതീക്ഷയോടെ ഈ കഥ വായിച്ചിട്ടുള്ള ആളുകൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ കൂടിയാണ്. എന്തായാലും ഒക്ടോബർ റിലീസായിട്ട് എത്തും, പൂജ റിലീസായിട്ട് എത്തും എന്ന് തന്നെയാണ് പറയുന്നത്. നെക്സ്റ്റ്, ദുൽഖർ സൽമാനെ നായകനാക്കി സൗബിൻ ഷാഹിർ ഒരുക്കുന്ന ചിത്രം ദുബായിൽ എന്നാണ് പറയുന്നത്. ദുൽഖർ സൽമാൻ നായകനാക്കി സൗബിൻ ഷാഹിർ ഒരുക്കാൻ പോകുന്ന ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ ജോലികൾ ഈ വർഷം അവസാനമോ അടുത്ത വർഷം ആദ്യമോ ആരംഭിക്കും. ദുബായിൽ ഷൂട്ടിംഗ് ആരംഭിക്കാൻ പ്ലാൻ ചെയ്യുന്ന ചിത്രത്തിന്റെ പകുതിയിലധികവും ദുബായിൽ തന്നെ ചിത്രീകരിക്കാനാണ് പ്ലാൻ എന്നാണ് സൂചന. കേരളത്തിൽ ഫോർട്ട് കൊച്ചി, തൃശ്ശൂർ എന്നിവിടെങ്കിലും ചിത്രത്തിന്റെ ചിത്രീകരണം നടക്കും. ഈ വർഷം അവസാനം മോഹൻലാൽ അമൽനീരദ് ചിത്രത്തിൽ തന്റെ ഭാഗം അഭിനയിച്ച് കഴിഞ്ഞാൽ ഈ ദുൽഖർ സൽമാൻ ചിത്രത്തിന്റെ പരിപാടികളും ഒക്കെ ആയിട്ട് ഇറങ്ങും എന്നാണ് സൗബിൻ ഷാഹിർ അറിയിച്ചിരിക്കുന്നത്. സോ അത് കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത് ജൂനിയർ എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ചാണ്. ജിസ് ജോയ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. ഗെറ്റ് റെഡി ഫോർ ജൂനിയർ എന്ന് പറഞ്ഞിട്ട് 2-3 ദിവസം മുമ്പാണ് ഈ ഒരു പോസ്റ്റർ തന്നിട്ടുള്ളത്. യു ആർ ത്രിൽഡ് ടു അൺവീൽ ദ ടൈറ്റിൽ ലുക്ക് പോസ്റ്റർ ഓഫ് അവർ വെരി എക്സൈറ്റിംഗ് നെക്സ്റ്റ് പ്രോജക്ട് ജൂനിയർ, ഡയറക്റ്റഡ് ബൈ മനു അശോകൻ. ജിസ് ജോയ് എന്നതിന്റെ പ്രൊഡക്ഷൻ തോന്നുന്നു കേട്ടോ. അങ്ങനെയാണെങ്കിൽ പ്രൊഡ്യൂസ്ഡ് അല്ലല്ലോ, വേണു ഗോപാലകൃഷ്ണൻ ആൻഡ് TR ഷംസുദ്ദീൻ ആൻഡ് പ്ലാൻഡ് ബൈ ബോബി ആൻഡ് സഞ്ജയ്. പെൻഡ് ബൈ ബോബി ആൻഡ് സഞ്ജയ്, സ്റ്റോറി ബൈ അഞ്ജന. ബോബി സഞ്ജയ് കൂട്ടുകെട്ടിൽ വരുന്ന സിനിമയാണ്. അപ്പോ ആരാണ് ഇതിൽ ജിസ് ജോയ്? അതാണ് എനിക്ക് അറിയേണ്ടത്. ജിസ് ജോയിന്റെ പേര് ഇവിടെ എവിടെയും കാണാനില്ല. എന്തെങ്കിലും വല്ല സംഭവം ഉണ്ടാവും. എനിവേ നെക്സ്റ്റ്, വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടു, മഹാഭാരതം എന്റെ അവസാന സിനിമയല്ല എന്നാണ് ആമിർ ഖാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ തന്നെ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വലിയ രീതിയിൽ ഇങ്ങനത്തെ റൂമർ കേട്ടിരുന്നു. മഹാഭാരതം എന്റെ ഡ്രീം പ്രൊജക്റ്റ് ആണ്, അതോടുകൂടി സിനിമ അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത്. പക്ഷെ അത് തെറ്റിദ്ധരിക്കപ്പെട്ടാണ്, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്നിപ്പോ നമ്മുടെ ആമിർ ഖാൻ തന്നെ വന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അതിലുള്ള കൺഫ്യൂഷൻസ് മാറിയിട്ടുണ്ടാവും എന്ന് നമുക്ക് വിചാരിക്കാം. അടുത്ത് പറയുന്നത് കണ്ണപ്പ. ലാലേട്ടൻ ചെയ്തു വെച്ചിരിക്കുന്ന എല്ലാ വിലയും ഒറ്റയടിക്ക് കളയാൻ പോകുന്ന സിനിമയാണെന്ന് നമുക്ക് എല്ലാവർക്കും തോന്നിയിട്ടുള്ള സിനിമയാണ്. അപ്പോൾ കണ്ണപ്പയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, തുടരും സിനിമ നേടിയ കളക്ഷനേക്കാൾ ₹1 കൂടുതൽ കണ്ണപ്പ നേടും എന്ന് തെലുങ്ക് നടൻ മോഹൻ ബാബുവിന്റെ ആഗ്രഹത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ട്രോളുകളുടെ പൂരം. ഇതെന്റെ ആഗ്രഹമാണ്, നിങ്ങൾ അതിന് കൂടെ ഉണ്ടാവില്ലേ, ഇത് പറയാൻ പാടില്ലേ എന്നൊക്കെയാണ് മോഹൻ ചോദിച്ചിട്ടുള്ളത്. മോഹനേട്ടാ, ആഗ്രഹം ഞങ്ങൾക്കുണ്ട്, പക്ഷെ എന്താണെന്ന് അറിയില്ല, അതിന് മുന്നിലുള്ള സാധനം എടുത്തു വെക്കണ്ടേ. ഇനി ആ സിനിമയെ കുറിച്ച് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിന്റെ ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു. വൻ ട്രോളാണ്. സിനിമ മുഴുവൻ കാണിച്ചു തന്നതിന് 1000 നന്ദി എന്ന് ഒരുപാട് ആളുകൾ അതിന് താഴെ കമന്റ് ഇട്ടിട്ടുണ്ട്. അത് വൻ ട്രോളിലേക്ക് എത്തിയിട്ടുണ്ട്. കണ്ണപ്പ എനിക്കും പറയാനുള്ളത് തന്നെയാണ് അത്. പക്ഷെ ഒരു കാര്യം ഉണ്ട് അവിടെ, ഇതിന്റെ മുമ്പുള്ള അപ്ഡേറ്റുകൾ വെച്ച് നോക്കുമ്പോൾ, അതായത് ടീസറും മറ്റ് അപ്ഡേറ്റിലും വെച്ച് നോക്കുമ്പോൾ ട്രെയിലർ കൊള്ളാം, നല്ലതാണെന്നല്ല പറയണത്, വെച്ച് നോക്കുമ്പോൾ കൊള്ളാം. പിന്നെ ഇതില് ശിവനായിട്ട് വരുന്നത് നമ്മുടെ പുള്ളിക്കാരൻ, അങ്ങനെ കുറെ എല്ലാം കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇത് മോഹൻലാലിന്റെ നെഞ്ചത്തിടാൻ കുറെ ആളുകൾ ശ്രമിക്കുന്നുണ്ട്. ആ ചെരിഞ്ഞ തോളിൽ ഇനി അതും കൂടെ കൊണ്ടിട്ടല്ലേ, കാരണം ഇതിലൊരു ക്യാമിയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അവിടെ ചോദ്യം വരാം, എനിക്ക് ആകെ വന്ന ദേഷ്യം എന്താ വെച്ചാൽ, കേരളത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുത്തിരിക്കുന്നത് ആശീർവാദ് സിനിമാസ് ആണ്. എന്തിന് നിങ്ങൾ എന്തിനത് ചെയ്തു ലാലേട്ടാ? അത് വേണ്ടില്ലായിരുന്നു. അറിഞ്ഞുകൊണ്ട് എന്തിനാണ് ഈ കഴുത്തിൽ കുരുക്കിട്ട് വലിക്കുന്നത് എന്നാണ് ചോദിക്കാനുള്ളത്. അടുത്തത്, ജനപ്രിയ നായകൻ ദിലീപ്. പുള്ളിക്കാരനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പക്ഷേ ആ അലിഗേഷൻസ് ഒക്കെ വന്നതിന് ശേഷം, പല കാര്യങ്ങൾക്കൊക്കെ ശേഷം അലിഗേഷൻസ്, അതിനുശേഷം ദിലീപേട്ടന് നല്ലൊരു ഹിറ്റായ സിനിമ എന്ന് പറഞ്ഞ സത്യത്തിൽ രാമലീലയാണ്. അതല്ലാത്ത സിനിമകൾ പോസിറ്റീവ് റെസ്പോൺസും മിക്സഡ് റെസ്പോൺസ് ഒക്കെ വന്നുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ കാലിബർ അനുസരിച്ച് വിജയം നേടിയുള്ള സിനിമ രാമലീലയാണ്. അങ്ങനെയാണ് പറയുന്നത്. പടം ബാക്കിയുള്ളതൊക്കെ മോശമാണെന്നല്ല, നല്ല പടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് വന്നുള്ള സിനിമയാണെങ്കിലും നല്ല സിനിമയായിരുന്നു. അത് ഭയങ്കര സംഭവമൊന്നും അല്ലെങ്കിലും അത്യാവശ്യം കണ്ടിരിക്കാവുന്ന, മറ്റ് സിനിമകൾ വെച്ച് നോക്കുമ്പോൾ, അത് രാമലീലയ്ക്ക് ശേഷം വന്ന സിനിമകൾ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല സിനിമയാണ്. പക്ഷെ ഇനി വരാനുള്ളത് കിടിലൻ പടങ്ങളാണ്. അത് രണ്ടും കൽപ്പിച്ച് ദിലീപേട്ടൻ തന്നെ പറയേണ്ടി വരും. ആദ്യത്തേത് CID ന്യൂസ് 2, അത് ഉപേക്ഷിച്ചു എന്ന രീതിയിൽ പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിൽ പോലും ആ സിനിമ സംഭവിക്കും എന്ന രീതിയിൽ ഇപ്പോൾ ഫാൻ മെയ്ഡ് പോസ്റ്റർ അടക്കം വരുന്നുണ്ട്. ഈ പോസ്റ്റർ എനിക്ക് കുറെ ആളുകൾ അയച്ചു തന്നിട്ടുണ്ട്. കണ്ടാലേ അറിയാം ഫാൻ മെയ്ഡ് ആണെന്ന്, ഇതിൽ വേറെ ഡൗട്ടൊന്നും ഇല്ല. ഇത് ഫാൻ മെയ്ഡ് പോസ്റ്റർ ആണ്. മാത്രമല്ല ഇത് ദിലീപ് ഫാൻസ് കേരള എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാം പേജിൽ വന്നിട്ടില്ല, ഞാൻ തപ്പിയപ്പോൾ കണ്ടതാണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് കണ്ടറിയാം, ഫാൻ മെയ്ഡ് എന്നുള്ളത് അവിടെ തന്നെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. സോ അത് ഒറിജിനൽ സാധനമല്ല. ഇനി പറയാനുള്ളത് പറക്കും പപ്പൻ എന്ന് പറഞ്ഞ സിനിമയാണ്. പേഴ്സണലി എനിക്ക് വളരെയധികം പ്രതീക്ഷയുള്ള, ദിലീപേട്ടൻ്റെ ആയിട്ട് ഇറങ്ങി കാണാൻ ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന സിനിമയിൽ ഒന്നാണ് ഈ പറക്കുൻ പപ്പൻ. കാരണം ഇതൊരു സാധാ
അല്ലെങ്കിൽ ഒരു എന്താണ് എഴുതിയിരിക്കുന്നത്, ഒരു മിനിറ്റ് കേട്ടോ, ഒരു ലോക്കൽ സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. എന്റെ ക്യാരക്ടർ സ്കെച്ച് ഒക്കെ ഇതിന് മുമ്പ് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അതിനെയാണ് സംഭവം. അതിന് കളർ കൊടുത്ത് ഫാൻ മെയ്ഡ് ആയിട്ടൊക്കെ പല രീതിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ബട്ട് ഇതൊരു വൻ സംഭവമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. നല്ല ഒരു പക്ഷേ ദിലീപ് ഭയങ്കരമായിട്ട് സ്കോർ ചെയ്യാൻ പോകുന്ന ഒരു സിനിമയായിരിക്കും. നല്ല കോമഡി ഉണ്ട്. അപ്പം മീശമാധവനൊക്കെ നമ്മൾ കണ്ട പോലത്തെ ഒരു നാടും അവിടുത്തെ ഒരാളും അവിടുത്തെ പറക്കുമ്പൊപ്പം എന്ന് പറഞ്ഞ ക്യാരക്ടറും ഭയങ്കര രസമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യണത്. അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അടുത്ത പറയാനുള്ളത്, ഈ വരുന്ന ജൂലൈ 4-ന് ഒരു മേജർ അപ്ഡേറ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഭയം ഭക്തി ബഹുമാനം, അതിന്റെ ഒരു ആനിമേറ്റഡ് പോസ്റ്ററൊക്കെ അവിടെ വന്നിട്ടുണ്ട്. എക്സ്പ്ലോഷൻസ് മാഡ്നസ് ആൻഡ് മൈ എന്ന് കൊടുത്തിട്ടുണ്ട്. ഗെറ്റ് റെഡി ഫോർ എ ഫെയറി റോളർ കോസ്റ്റർ റൈഡ് ആസ് ദിലീപ്സ് സെറ്റ് ദ സ്ക്രീൻ അബ്ലേസ് ഇൻ എ ധനഞ്ജയ് ശങ്കർ ഫിലിം ദാറ്റ് ബ്ലെൻഡ്സ് സറ്റയർ, chaos and revolution like never before. This time rebellion come with fireworks എന്നും പറഞ്ഞിട്ടുണ്ട്. കൊള്ളാം. അടുത്തത്, ചുറ്റും നെഗറ്റിവിറ്റി മാർക്കോ 2 ഉപേക്ഷിച്ചു എന്നാണ് പറയാറ്. ബട്ട് വൈ ചുറ്റും നെഗറ്റിവിറ്റി? ഈ ഇവിടെ ഒരു അഭിപ്രായം എന്ന രീതിയിൽ പറയല്ല, പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഉണ്ണിമുദ്ദിനെ എവിടെ തൊട്ടാലും പ്രശ്നമാണ്. തുടക്കം മുതൽ വിവാദങ്ങളുടെ രാജകുമാരനാണ്. പടം പൊട്ടിക്കഴിഞ്ഞാൽ നെഗറ്റീവ് പറഞ്ഞാൽ വിളിച്ച് തെറി പറയുക. അതിൽ പല കാര്യങ്ങളുണ്ടാവും. അദ്ദേഹത്തിനെ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ടാവാം, അദ്ദേഹത്തിന് തോണ്ടിയിട്ടുണ്ടാവാം, ചൊറിഞ്ഞിട്ടുണ്ടാവാം, എന്തും ആയിക്കോട്ടെ. അതല്ലാതെ കുറച്ച് ആളുകൾ ഫോട്ടോ എടുക്കാൻ പോയി കഴിഞ്ഞാൽ പുള്ളി ഫോൺ വാങ്ങി പോക്കറ്റിലിട്ട് പോവുക. ഇഷ്ടമല്ലെങ്കിൽ നോ എന്ന് പറയാൻ പോവുക. ഫോൺ വാങ്ങി പോക്കറ്റിലിട്ട ദേഷ്യം കാണിക്കുക. അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. തെറ്റാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ പറയും പല ആളുകളും, എന്തിനാണ് പിറകെ പോയിട്ടല്ലേ, ചോദിച്ചു മേടിച്ചിട്ടല്ലേ. ആണ്, ശരിയാണ്. ചോദിച്ചു മേടിച്ചിട്ടാണ്, വീണ്ടും വീണ്ടും ഉടുപ്പില്ലാണ്ട് പുറകെ പോയിട്ടാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ ഒരു സോഷ്യൽ ഫിഗർ ആയി കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒരു ബോധം, നമ്മളൊരു നീറ്റായിട്ട് ഓക്കെ, ഇവർക്ക് നമ്മളറിയാം, ഇഷ്ടം കൊണ്ടാണ്, സ്നേഹം കൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റണം. അല്ലാതെ ബുദ്ധിമുട്ടിക്കല്ല, അയാളുടെ പോകുന്ന വഴി തടസ്സാക്കണമെന്നില്ല. ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാൻ ജസ്റ്റ് ഇങ്ങനെ ചെല്ലുന്ന മുമ്പിലോട്ട്, അയാളുടെ മുമ്പ് പോയി തടഞ്ഞു വെക്കണമെന്നില്ല. അതിന് ഇത്ര രോഷാകുലനാവേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തായാലും നെഗറ്റിവിറ്റി ഭയങ്കര സ്പ്രെഡ് ആയതുകൊണ്ട് ഇത് ഒഴിവാക്കുന്നതാണ് പറയുന്നത്. മാർക്കോയേക്കാൾ വലുതും മികച്ചതുമായ ഒന്ന് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കും. നിങ്ങളുടെ സ്നേഹത്തിനും പോസിറ്റിവിറ്റിക്കും നന്ദി എന്നും ഉണ്ണിമുകുന്ദൻ പറഞ്ഞിട്ടുണ്ട്. മാർക്കോയേക്കാൾ മുകളിൽ ഒരു പടം വരാനുള്ളത് എനിക്ക് തോന്നുന്നു ഇനി കാട്ടാളനാണ്. അതിൽ അൺഫോർച്ചുനേറ്റ്ലി ഉണ്ണിമുകുന്ദൻ അല്ല. ഞാൻ ആ ടീമിൻ്റെതായിട്ട് വരെയുള്ള കാട്ടാളനാണ്. ഒരു കിടനം പടാവും, ആർക്കും അതിന്റെ മുകളിൽ പോകുന്നതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഇനി ഇതെല്ലാം നമുക്ക് പറയാനുള്ളത് എമ്മിനെ കുറിച്ചാണ്. അതിന് മുമ്പ് നമുക്കൊരു സിനിമയും കൂടി പറയാനുണ്ട്. അതായത് ഭാവന സ്റ്റുഡിയോസുമായി ഒത്തുചേർന്ന് ദിലീഷ് പോത്തന്റെ ഒക്കെ ആ സംഭവം മാത്രമല്ല, അതിൽ ഫഹദും ഉണ്ട്. എന്തായാലും ഫഹദ് ഫാസിൽ നായകനായിട്ട് വരുന്ന കരാട്ടെ ചന്ദ്രൻ. ഫഹദ് ഫാസിൽ ടീം അപ്പ് വിത്ത് ഭാവന സ്റ്റുഡിയോസ് ഫോർ കരാട്ടെ ചന്ദ്രൻ. ഷൂട്ട് ബിഗിൻസ് ഇൻ കോട്ടയം ദിസ് ഒക്ടോബർ. ഈ ഒക്ടോബറിന് ഷൂട്ട് തുടങ്ങും എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു പോസ്റ്റർ തന്നിട്ടുണ്ട്. കുറെ ആൾക്കാർ രഞ്ജിത്ത് സാറാണെന്ന് വിചാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ കമന്റ് വന്നിട്ടുണ്ട്. അതല്ല നമുക്ക് പറയാനുള്ളത് MMMN. എന്തായിരിക്കും MMN എന്ന് പറയുന്ന സിനിമയുടെ പേര്? ഭയങ്കരമായിട്ട് കേട്ടിരുന്ന ഒരു റൂമർ, അല്ലെങ്കിൽ വലിയ രീതിയിൽ പറഞ്ഞു കേട്ടിരുന്ന ഒരു പേര് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്, ആ പേര് തന്നെയാണ് വന്നിട്ടുള്ളത്. അത് ഞാൻ പറയാം. അതിന് മുമ്പ് എന്തുകൊണ്ട് അങ്ങനെ വന്നു? ആക്ച്വലി പേര് പാട്രിയോട്ട് എന്നാണ്. പാട്രിയോട്ട്, ദേശസ്നേഹി എന്ന രീതിയിലാണ് തന്നിട്ടുള്ളത്. അതായത് പറഞ്ഞു കേൾക്കുന്ന എത്ര ഉള്ളൂ. വൺ ഓഫ് ദി മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ബിഗ് ബഡ്ജറ്റ് മൂവി സ്റ്റാറിംഗ് മമ്മൂട്ടി ആൻഡ് മോഹൻലാൽ is titled as Patriot. Tourism Sri Lanka posted photo of Mohanlal, who arrived there for 10-day shoots, with a caption mentioned Malayalam film Patriot. Fahad Fasil, Kunjako Boban, Nayanthara and many more actors are part of the film directed by Mahesh Narayanan എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവിടെ ടൂറിസം ശ്രീലങ്കയുടെ ഒഫീഷ്യൽ പോസ്റ്റും അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് അവർ കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ്: സൗത്ത് ഇന്ത്യൻ ലെജൻഡ് മോഹൻലാൽ പ്രൈസസ് ശ്രീലങ്ക ആസ് എ ട്രൂലി ഫിൽമിംഗ് ഫ്രണ്ട്ലി ഡെസ്റ്റിനേഷൻ വൈൽ ഷൂട്ടിംഗ് ഹിസ് ലേറ്റസ്റ്റ് മലയാളം ഫിലിം പാട്രിയോട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മോഹൻലാൽ മാത്രമാണ് അവിടെ ഷൂട്ടിന് പോയിട്ടുള്ളത്. ഇനി പാട്രിയോട്ട് എന്നുള്ളത് എങ്ങനെ കണക്ട് ആയി ചോദിച്ചു കഴിഞ്ഞാൽ, MMMN, മമ്മൂട്ടി, മോഹൻലാൽ, മഹേഷ് നാരായൺ, നയൻതാര തുടങ്ങിയുള്ളവർ ഒരുമിക്കുന്ന സിനിമ പാട്രിയോട്ട് ആണ് എന്ന രീതിയിൽ പേര് ലീക്കായിട്ട് ഒരുപാട് ആളുകൾ വീഡിയോയിലടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതായിട്ട് കണക്ട് ചെയ്തുകൊണ്ടായിരിക്കാം MMN ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ മോഹൻലാൽ ഒരു ഷൂട്ടിന് വേണ്ടി 10 ദിവസം ഷൂട്ടിന് വേണ്ടി ശ്രീലങ്കയിലേക്ക് പോയി. അവിടെ മമ്മൂട്ടിയോ മറ്റാളുകളോ ആരുമില്ല. പോയതിനു ശേഷം അദ്ദേഹം അവിടെ ഒരു പോസ്റ്റ് ഇട്ടു, ശ്രീലങ്ക എന്ന് പറയുന്നത് ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള, ഫിലിം ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കിടിലൻ ഡെസ്റ്റിനേഷൻ ആണ് എന്നുള്ളത്. സോ അത് പാട്രിയോട്ട് എന്ന് പറഞ്ഞ സിനിമയാണെന്നാണ് ശ്രീലങ്കയിലെ ടൂറിസം വകുപ്പ് പറയുന്നത്.
അത് ഇതാണെന്ന് ബാക്കിയുള്ളവർ കണക്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ആൻഡ് ഇവിടെ ഒരു ഫാൻ മെയിൽ പോസ്റ്ററും വന്നിട്ടുണ്ട്, അതോടെ വെക്കുന്നുണ്ട്. പാട്രിയോട്ട് മമ്മൂട്ടി, മോഹൻലാൽ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ. മമ്മൂട്ടി, മോഹൻലാൽ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ താഴെ എഴുതിയിട്ടുണ്ട്. എന്താകും പാട്രിയോട്ട്? സിനിമയുടെ പേര് പാട്രിയോട്ട് തന്നെയാണോ? നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഗസ്റ്റ് ഉണ്ടോ എന്നുള്ളതൊക്കെ മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. ആൻഡ് കണ്ണപ്പ ഈ വരുന്ന 20-നാണ് തിയേറ്ററിൽ റിലീസ് ആകുന്നത്. കാണുന്നുണ്ട്, ഞാൻ എന്തായാലും കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എന്താകും എന്നറിയണമല്ലോ. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്.